നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാനം ഈ പുലർച്ചയിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. 50 നാളുകളിലെ പ്രാർത്ഥനയും ജാഗരണവും ഉപവാസവും എല്ലാം കഴിഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതിയുടെ നിശ്ചയപ്രകാരം ഇന്ന് നമ്മൾ സഭയുടെ ഏറ്റവും വലിയ തിരുനാൾ ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. വേദപുസ്തകത്തിൽ പുലർകാലം കേവലം ഒരു സമയമല്ല, പുതിയ തുടക്കങ്ങളുടെയും ദൈവകൃപയുടെയും പ്രാർത്ഥനയുടെയും വിജയത്തിൻ്റെയും എല്ലാം പ്രതീകമായിട്ടാണ് പ്രഭാതവും പുലർകാലവുമെല്ലാം നമ്മൾ കരുതുന്നത്. മിശിഹായുടെ ഉയർപ്പ് ഒരു പുതിയ തുടക്കമാണ്. ദൈവിക സമയത്തിലേക്ക് നമ്മൾ കടന്ന് അടുത്ത് ചെല്ലുന്ന അവസരമാണത്. മരണപ്പെട്ടവരെ ജീവിച്ചിരിക്കുന്നവരെ പഠിപ്പിക്കുന്നു. നമ്മുടെ പൂർവികരുടെ കല്ലറകൾ സന്ദർശിക്കുമ്പോൾ അവർ നമ്മെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഒരു വലിയ ഓർമ്മകളുടെ കുമ്പാരത്തിലാണ് നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ ഉയിർപ്പ് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നതും. സുവിശേഷകന്മാർ എല്ലാവരും വളരെ താല്പര്യത്തോടുകൂടി പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യമാണ് കർത്താവിൻ്റെ ഉയിർപ്പ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം പുലർച്ചയിൽ മഗ്ദലന മറിയം കർത്താവിൻ്റെ തുമ്പിലേക്ക് പോകുന്ന ഭാഗമാണ് പ്രസക്തമായിട്ടുള്ളത്. അവിടെ ചെന്ന് മറിയം ഉദ്ധിതനെ കാണാനോ ശൂന്യമായ കല്ലറ കാണാനോ ഒന്നും ആയിരിക്കില്ല പോയത്. കർത്താവിൻ്റെ ശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശണമെന്നുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാടിലാണ്. അവിടെ ചെന്ന് കാര്യങ്ങൾ കണ്ടപ്പോൾ മറിയത്തിന് താൻ ഉദ്ദേശിച്ച രീതിയിലല്ല കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് മനസ്സിലായി. അവിടെ ഒരു ശബ്ദം അവിടെ കേട്ടു. അത് ഉദ്ധിതൻ്റെ ശബ്ദമായിരുന്നു. ആ ശബ്ദം മറിയം എന്നായിരുന്നു. ആ ശബ്ദം കേട്ടപ്പോൾ മറിയവും ഒരു ശബ്ദം കേൾപ്പിച്ചു. അത് റബ്ബോനി എന്നായിരുന്നു. ഈ 2 ശബ്ദങ്ങൾ അവിടെ വലിയ രഹസ്യം കൈമാറ്റം ചെയ്യുന്നുണ്ട്. എക്സ്ചേഞ്ച് ഓഫ് ദ മിസ്റ്ററി, അതാണ് അവിടെ നടക്കുന്നത്. മറിയം എന്ന് കേട്ടപ്പോൾ അവൾ തിരിഞ്ഞ് നോക്കി, ടേൺഡ് എറൗണ്ട്. സുവിശേഷകൻ ഊന്നൽ കൊടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. തിരിഞ്ഞ് നോക്കി. ആ നോട്ടം മറിയത്തെ സംബന്ധിച്ച് വലിയ രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് പോകാനുള്ളൊരു അവസരമായിരുന്നു. ഒരു വ്യക്തിയെ പേര് വിളിച്ചപ്പോൾ തിരിഞ്ഞ് നോക്കി. ആ ശബ്ദം ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് എടുക്കുകയായിരുന്നു. നമ്മുടെ വീടുകളിലൊക്കെ അങ്ങനെയാണല്ലോ. ഏതെങ്കിലും കാരണത്താൽ പിണക്കമോ പ്രയാസമോ ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയെ എടി
എന്നൊന്ന് വിളിച്ചാൽ തീരാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഒരു വിഷയവും സാധാരണഗതിയിൽ നമ്മുടെ കുടുംബങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥാപനങ്ങളിലോ ഒന്നുമില്ല. പേര് വിളിക്കുക വലിയ ആശ്വാസമാണ്. ആ ശബ്ദം കേട്ടപ്പോൾ ഈശോയുടെ രഹസ്യത്തിൻ്റെ അഗ്രാഹ്യമായ തലങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ പോലും അവിടെ ഇറങ്ങാൻ പരിശ്രമിക്കുകയാണ്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ മറിയം ഈശോയെ സ്പർശിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോഴാണ് ഈശോയുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പ്രതികരണം, നോളി മേ താഞ്ചരെ, എന്നെ തൊട്ടുപോകരുത്. നോളി മേ താഞ്ചരെ, എന്നെ തൊടാൻ പാടില്ല, സ്പർശിക്കരുത്. മറിയത്തിന് ഹൃദയത്തിൽ നിന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു ഉദ്ധിതനെ സ്പർശിക്കണം എന്നുള്ളത്. എന്നാൽ കർത്താവിൽ വന്ന രൂപാന്തരീകരണത്തിൻ്റെ ആ ഒരു അവസ്ഥ മറിയം ഇനിയും മനസ്സിലാക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. മറിയം തൻ്റെ പഴയ ആഗ്രഹം കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഈശോ അതിനെ നിഷേധിക്കാതെ തന്നെ മറ്റൊരു രീതിയിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. നമ്മളും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ട മാനങ്ങളാണ് അവിടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ റാഡിക്കലായിട്ടുള്ള മാറ്റം, ദർശനം, ഉണർവ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ പഴയതുപോലെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. ഈ ടെംപ്റ്റേഷൻ മാറ്റിയെടുക്കണം. അതാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഡോണ്ട് ടച്ച് മീ. ഇതിന് മുമ്പുണ്ടായിരുന്ന ഇഷ്ടം, സ്നേഹം, അത് മാറ്റിയെടുക്കണം. ദിസ് ഈസ് ദ ലാസ്റ്റ് ഗ്രേറ്റ് ടെംപ്റ്റേഷൻ വി മേ ഫേസ് ബിഫോർ ദ ഈസ്റ്റർ. നമ്മളും ഈ വലിയ തിരുനാളിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഹൃദയത്തിൽ എടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അതുതന്നെ ആണ്. ഇതിൻ്റെ അർത്ഥം ആഫ്റ്റർ ദി റെസുറക്ഷൻ, ഉത്ഥാനത്തിന് ശേഷം ദർ ഈസ് നോ ഗോയിങ് ബാക്ക് ടു ചൈൽഡ്ഹുഡ്. ഉത്ഥാനത്തിന് ശേഷം ഒരു പിള്ളേരുകളിയില്ല. ഉത്ഥാനത്തിന് ശേഷം കൊച്ചുകുട്ടികളെ പോലെ അമ്മ വീട്ടിലേക്ക് ഓടുന്നവരെ പോലെ ആയിരിക്കരുത്. There is no going back to childhood, to the mother's house. കൊച്ചുകുട്ടികളാണ് അമ്മ വീട്ടിലേക്ക് എപ്പോഴും ഓടിപ്പോകുന്നത്. ഉത്ഥാനം വഴി ഈശോ പഠിപ്പിക്കുന്നത്, നിങ്ങൾ അപ്പൻ്റെ വീട്ടിൽ താമസിക്കാൻ പഠിക്കണം. 12-ാം വയസ്സിൽ ഈശോ ദേവാലയത്തിൽ വെച്ച് പറഞ്ഞതും അതായിരുന്നല്ലോ, എനിക്ക് എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാറുണ്ട്. കുട്ടികളെപ്പോലെ പക്വതയില്ലാതെ എപ്പോഴും അമ്മ വീട്, അതിൻ്റെ സ്വാന്തനം, ആ ഒരു പരിമിതികൾ വിട്ട് സ്വന്തം കാലിൽ നിന്ന് അപ്പൻ്റെ വീട്ടിൽ താമസിച്ച് അപ്പൻ്റെ ശാസനകൾ കേട്ട് വളരാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ ഉത്ഥാനത്തിൻ്റെ രഹസ്യം ശ്രവിക്കുന്നത്. മുൻപോട്ട് നടന്ന് അപ്പൻ്റെ വീട് തിരിച്ചറിയാനായിട്ടുള്ള പക്വത പ്രാപിക്കേണ്ട അവസരമാണ്
ഉത്ഥാനം അല്ലെങ്കിൽ ഈശോ നമുക്ക് നൽകുന്ന നിർദ്ദേശം. മറിയത്തെ ഈശോ കുറ്റപ്പെടുത്തുകയോ അപമാനിക്കുകയോ ഉപേക്ഷിക്കുകയോ സൈഡ് ലൈൻ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. The risen Lord receives her love, but he redirected it. അവളുടെ സ്നേഹം ഉൾക്കൊണ്ടു, പക്ഷേ അതിനൊരു ഓറിയൻറ്റേഷൻ നൽകി. അപ്പോഴാണ് അതിന് പക്വതയും നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട ഏറ്റവും പ്രസക്തമായ കാര്യങ്ങളുമൊക്കെ ലഭിക്കുന്നത്. അങ്ങനെ കർത്താവിൻ്റെ ഉത്ഥാനം നമുക്ക് അവിടുന്ന് നൽകുന്ന ആ എൻകൗണ്ടർ, മറിയം, റബ്ബോനി എന്ന രണ്ട് സ്വരങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ, കേട്ടപ്പോൾ, തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ മറിയത്തിനുണ്ടാകുന്ന ആ ടേണിങ് എറൗണ്ട്, അവിടെ ഈശോ കൊടുക്കുന്ന കർക്കശ്യമായ കൽപ്പന, ഡോണ്ട് ടച്ച് മീ, പിള്ളേരെ പോലെ ആകരുത്, അപ്പൻ്റെ കർക്കശ്യം മനസ്സിലാക്കാൻ തക്കവണ്ണം നമ്മൾ പെരുമാറണം. ഉയർപ്പ് നമ്മെ സംബന്ധിച്ച് ഈ ഒരു അറിയിപ്പാണ്. കർത്താവിൻ്റെ കല്ലറയിലേക്ക് പോയ സ്ത്രീകൾക്ക് ലഭിക്കുന്നത് ദൂതൻ്റെ അറിയിപ്പാണ്. അവൻ ഇവിടെയില്ല. നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവൻ ജീവിച്ചിരിക്കുന്നവരാണ്. അവൻ ഇവിടെയില്ല. അവിടെയും ഈശോ ഒരു വലിയ തിരുത്തൽ കൊടുക്കുന്നുണ്ട്. നൊളീത്തെ തിമേരെ, പേടിക്കരുത്, ഭയപ്പെടരുത്. കുട്ടികളൊക്കെ പെട്ടെന്ന് പേടിക്കുന്നവരാണ്. അപ്പൻ്റെ വീട്ടിൽ താമസിക്കാനുള്ള കരുത്ത് വേണം എന്ന് തന്നെയാണ് പേടിക്കരുത്, ഭയപ്പെടരുത് എന്ന് പറയുമ്പോഴും ഈശോ ഉദ്ദേശിക്കുന്നത്. ഉയർപ്പ് ഒരു സന്ദേശമാണ്. അവിടെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് ആരാണെന്നും പിതാവായ ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. കല്ലറകൾ, എല്ലാവരുടെയും കല്ലറകൾ തുറക്കപ്പെടേണ്ടതാണ്. ഈശോയുടെ രണ്ടാമത്തെ വരവിൽ എല്ലാ കല്ലറകളും തുറക്കപ്പെടും. അതുകൊണ്ട് ആരും അതിനെ ഓർത്ത് പേടിക്കരുത്. തുറന്ന കല്ലറ, അടഞ്ഞ കല്ലറ എന്നുള്ള ആ കാര്യം. ഉയർപ്പ് നമുക്ക് ഒരു വലിയ ആഹ്വാനം നൽകുന്നു. നിങ്ങൾ ഗലീലയിലേക്ക് മടങ്ങണം, അവിടെ ഈശോയെ കണ്ടെത്തണം. മിശിഹ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് യാത്രയായി കഴിഞ്ഞു. ഗലീലയുടെ പ്രത്യേകത ഈശോയുടെ ശിഷ്യന്മാരുടെ ഒക്കെ ജീവിതത്തിൻ്റെ സ്ഥലമാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഇടവക വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങൾ ജീവിച്ച, നിങ്ങളെ ദൈവം വിളിച്ച ആ സ്ഥലത്തേക്ക് പോകണം. അനുദിന ജീവിതത്തിൽ ഉദ്ധിതനെ കാണാനായിട്ട് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മളുടെ ചെറിയ കാര്യങ്ങളാണ്, നമ്മളുടെ ചെറിയ ഇടവകയാണ്. അല്ലെങ്കിൽ രോഗമുണ്ടാകുന്നു, വേദനയുണ്ടാകുന്നു, അതിൽ നിന്നൊക്കെ ഈശോയിൽ ശരണപ്പെട്ട് നമ്മൾ മുക്തി പ്രാപിക്കുമ്പോഴാണ്. മരണ സംസ്കാരത്തെ സംരക്ഷിക്കുന്ന കല്ലറകൾ തുറക്കപ്പെടണം, അതിന് പ്രസക്തിയില്ല എന്ന് തന്നെയാണ് ഈ ദിവസം കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. കല്ലറയുടെ കല്ലുകൾ
ഉരുട്ടി മാറ്റിയിരിക്കുന്നതായിട്ട് അവിടെ ചെന്ന ഭക്തശ്രീകൾ പിന്നീട് ശിഷ്യന്മാരൊക്കെ കണ്ടു. കല്ല് ഉരുട്ടി മാറ്റിയാലേ നമുക്ക് പുതു ജീവൻ്റെ അംശങ്ങൾ ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ. ആദ്യ ഉടമ്പടി നിയമം ദൈവം മോശയ്ക്ക് നൽകിയത് കല്ലുകൊണ്ടുള്ള പാളികളിലായിരുന്നു. ഈ ഉത്ഥാനത്തിൽ ഒരുപക്ഷെ കല്ലുകൾ മാറ്റപ്പെട്ടത് 10 കൽപ്പനകൾ എഴുതിയ ആ കല്ല് തന്നെയാണ് പ്രതീകാത്മകമായിട്ട്. അതിൻ്റെ പരിമിതികൾ മാറ്റുമ്പോൾ ആ 10 കൽപ്പനയിൽ മറഞ്ഞിരുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാം നമുക്ക് പഠിക്കാൻ സാധിക്കും. ഉരുട്ടി മാറ്റേണ്ട കല്ലുകൾ നമ്മളുടെ ഓരോരുത്തരുടെയും മുകളിൽ പുറത്ത് ഇരിക്കുന്ന കല്ല് തന്നെയാണ്. അപ്പോൾ നമുക്ക് ശ്വസിക്കുവാനും സ്വന്തമായിട്ട് ചിന്തിക്കുവാനും നമ്മളുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. ഈ ഉത്ഥാനം നമുക്ക് നൽകുന്ന വലിയ സന്തോഷവും അതുതന്നെയാണ്. കർത്താവിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് ആയിരിക്കേണ്ടത് എന്ന്. കരയരുത് എന്നതും ഉത്ഥാനത്തിൻ്റെ ഒരു ശബ്ദമാണ്. നമ്മുടെ ഒത്തിരി ആളുകൾ വളരെ വേഗത്തിൽ കരയുന്നവരാണ്. ഞാൻ ഈ സന്ദർശന ദിവസമൊക്കെ കാണുന്നുണ്ട്. ചില അമ്മച്ചിമാരൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി അവിടെ ഇരിക്കുക, കരഞ്ഞുകൊണ്ട് ഈ മുറിക്കകത്ത് ആരും വരരുത് എന്ന് ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിക്കും. പൊട്ടിക്കരഞ്ഞ് മുറിക്കകത്തോട് വരികയാണ്. അത് മനുഷ്യപ്രകൃതിയുടെ ഒരു ഭാഗമാണ്. കുഞ്ഞു കാര്യങ്ങളൊക്കെ കാണുള്ളൂ. നമുക്ക് നമ്മളുടെ സങ്കടങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ പലപ്പോഴും വരുന്നു. കരയുന്നവരുടെ കണ്ണീര് തുടയ്ക്കുന്നതാണ് ഈസ്റ്റർ, ഉത്ഥാനം. പരിശുദ്ധ പിതാവ് എപ്പോഴും പറയുമല്ലോ, നിങ്ങളുടെ മുഖത്ത് ഉത്ഥാനത്തിൻ്റെ സന്തോഷമുണ്ടായിരിക്കട്ടെ. കരയരുത്. കരയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ആശ്വസിപ്പിക്കണം. അപ്പോഴാണ് ഉത്ഥാനത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. മാംസവും മത്സ്യവും എല്ലാം ഉപേക്ഷിച്ച് കുരിശിൻ്റെ വഴിയെ നടന്ന് 50 ദിവസങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഉത്ഥിതൻ്റെ സന്തോഷത്തിൽ പങ്കുപറ്റാനായിട്ട് പരിശ്രമിക്കുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാനും കണ്ടെത്തുവാനും നമ്മുടെ അടുത്ത് വരുന്നവർക്ക് ഉത്ഥാനത്തിൻ്റെ ആ ശാലീനത കൊടുക്കാനുമൊക്കെ സാധിക്കണം. കർത്താവിൻ്റെ കബറിടം സന്ദർശിച്ച് ലേപനം ചെയ്യാൻ ആഗ്രഹിച്ച സ്ത്രീകളെക്കുറിച്ചാണല്ലോ ആദ്യം പറഞ്ഞത്. അവർ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കരഞ്ഞും കരയാതെയുമൊക്കെ നിന്നപ്പോഴാണ് മലഹായുടെ രൂപത്തിൽ സ്വർഗം ഭൂമിയെ സ്പർശിക്കുന്നത്. അപ്പോൾ ഭൂമി പോലും കുലുങ്ങിപ്പോയി. പുനരുത്ഥാനം വലിയൊരു കുലുക്കമാണ്. എന്തെല്ലാമാണ് അന്ന് സംഭവിച്ചത്? പുനരുത്ഥാനം വലിയൊരു കുലുക്കമാണ്. ജീവിതത്തിൻ്റെ നാനാമുഖങ്ങളും കുലുങ്ങി ഊർന്ന് ഇറങ്ങുന്നത് പോലെ നമുക്ക് തോന്നും. അതാണ് പുനരുത്ഥാനം. വലിയ ഞെട്ടലുകളോടുകൂടിയ ഭൂമി കുലുക്കമായിരുന്നു ഉത്ഥാനം. ചിലപ്പോഴൊക്കെ നമ്മൾ ഓരോരുത്തരും നമ്മൾ തീർത്ത കല്ലറകളിലാണ് താമസിക്കുന്നത്. നമ്മൾ തീർക്കുന്ന കല്ലറ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പിടി
ക്ലേശങ്ങളോടുകൂടി നമ്മൾ നടക്കുകയാണ്. വേദനകളോടുകൂടി നമ്മൾ ഒരു കല്ലറ ചുമന്നുകൊണ്ട് നടക്കുന്ന പോലെയാണ്. സ്വയം തീർത്ത കല്ലറകളിൽ നിന്ന് പുറത്തു വരാനായിട്ട് നമ്മൾ നല്ലതുപോലെ പരിശ്രമിക്കണം. അത് നമ്മളുടെ ഒരു ടേണിങ് അറൗണ്ട്, ഒരു തിരിഞ്ഞു നോട്ടം ആവശ്യമായിരിക്കാം. അങ്ങനെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾക്കും ഉത്തരം കിട്ടും. പള്ളികൾ തകർക്കപ്പെട്ടേക്കാം, കുരിശടികൾ തകർക്കപ്പെട്ടേക്കാം. നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ആര് എവിടെ ഏത് പള്ളി നശിപ്പിച്ചാലും ഒരിക്കലും നശിക്കാത്ത വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അതാണ് ക്രിസ്തീയത, അതാണ് ഈസ്റ്റർ. നമ്മുടെ ഈ നാളുകളിലൊക്കെ വളരെയേറെ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഒത്തിരി നടന്നു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, വന്യമൃഗങ്ങൾ, ആശാ ഹെൽത്ത് വർക്കേഴ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ, തുടരെ ഉണ്ടാകുന്ന ആത്മഹത്യ, വളരെ നിഷ്ഠൂരമായ രീതിയിൽ കുടുംബങ്ങൾക്കുള്ളിൽ കയറി കളിക്കുന്ന മദ്യം, മയക്കുമരുന്ന്, ഇതെല്ലാം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരോടെല്ലാം നല്ല വാക്ക് പറയാനും അവരെ കേൾക്കാനും നമുക്ക് മനസ്സുണ്ടാകണം. നിരവധിയായ പ്രതിസന്ധികളാണ്, നമുക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടെ തളരാതെ എപ്പോഴും നമുക്ക് അവർ ആഗ്രഹിക്കുന്ന ഉത്തരം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവരോടെല്ലാം പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നിക്കാനും കൂട്ടിരിക്കാനും ഒക്കെ സാധിക്കണം. അങ്ങനെ ഉത്ഥാനം നമുക്ക് നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാ പ്രതിസന്ധികളിലേക്കും കണ്ണു തുറന്ന് ഇറങ്ങിച്ചെല്ലാനും എല്ലാവരുടെയും മുഖത്ത് സന്തോഷമുണ്ട് എന്ന് ഉറപ്പുവരുത്താനൊരു പരിശ്രമം നടത്താനുമുള്ള അവസരമാണ്. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് നിരന്തരമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യവും അതാണ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെ ഈസ്റ്റർ തൃപ്തികരമായ ഹൃദയത്തിലുള്ള ഒരു സന്തോഷത്തിൽ നമുക്ക് ആചരിക്കാനും ആഘോഷിക്കാനുമെല്ലാം സാധിച്ചു. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. പരിശുദ്ധ അൽഫോൻസാമയ്ക്ക് സമർപ്പിക്കുന്നു. പുനരുത്ഥാനത്തിൻ്റെ പ്രാർത്ഥനയും സന്തോഷവും ഒരിക്കൽ കൂടി നേർന്ന് എൻ്റെ വാക്കുകൾ